നിന്നെ കൊണ്ട് സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലോ? വാ പോവാ. ഇപ്പം വരാം, കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ഞാൻ സൂമിൽ വരാം. ആ വരുൺ, ആ ഹണിമൂണൊക്കെ അതിന് ഉണ്ടായിരുന്നു. അടിപൊളി. അടിച്ചു പൊളിച്ച്. ഞാൻ സ്ലിം ആയിട്ടില്ലേ, ആ ഞാൻ സുന്ദരനാവെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? ആ അല്ല നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാനിത് തീർത്തിട്ട് ഇറങ്ങി ഇറങ്ങോ, അത് ഞാൻ നോക്കിക്കോളാം. അല്ല പോയിക്കോളൂ. അപ്പം ശരി. അയാൾക്ക് നിന്നെ ഭയങ്കര കെയർ ആണല്ലോ. എന്ത് കയറ് കയറ്? അതെ, ഇന്ന് ഞാൻ നല്ല തിരക്കായിരുന്നു. അതാ പുള്ളിക്കാരനെ കൊണ്ടുവിടാൻ ചേട്ടാ. ശരി, സൂം മീറ്റിംഗ് ഉണ്ട്. ശരി, കുഴപ്പമില്ല. നിനക്ക് ആ സ്കൂട്ടറിൽ ഒന്നുകൂടെ ജോലിക്ക്? എന്തിന്? ഒരാളെ നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുവിടാനുള്ളപ്പോൾ പിന്നെ വെയിൽ കൊള്ളണോ? ഇങ്ങനെ മോനെ. ഓ, ആ രാജുവാണ് ഇവിടെ പണിക്കൊക്കെ വരാറ്. വന്നപ്പോൾ പ്ലംബർമാർക്കൊക്കെ എഞ്ചിനീയർമാരെ തിരക്കായി പോയി അല്ലേ? എഞ്ചിനീയർമാർക്കല്ലേ പണിയില്ലാത്തത്, ഞങ്ങൾക്കൊക്കെ പിടിപ്പത് പണിയാ. കണ്ട ഒരു പെരിഞ്ചാഴി പോണുണ്ടോ? അത് പെര തുറന്ന് കളയാറായി. കേണി വെച്ചാലോട്ട് ചാവേ ഇല്ല. എവിടെയൊക്കെ കിടക്കണുണ്ടോ? അപ്പുറത്തൊക്കെ അതെ, തുറന്നിട്ടേക്കാം. എൻ്റെ അമ്മേ, അടിപൊളി. ഇവാൻ, ഇതാരുടെ ചുരിദാറ്? ഇത് ഇവളുടെ. ഇതെന്റെ ഫ്രണ്ടിന്റെയാ. ഓ ഇവിടെ ഇത് മറിച്ചിട്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇതാണല്ലോ അവളെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള കൂട്ടുകാരിയുടെ വീട്. കൂട്ടുകാരിയാ? ഇതല്ലേ? ഓ അപ്പം മോൻ എന്റെ പേര് നോക്കിയല്ലേ അവൾക്ക് പേരിട്ടോ ഇവാന്ന്. ചേട്ടനാണ്. ചേട്ടനാണോ? ചേട്ടനുള്ള കാര്യം മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. ഓ മോൻ കയറിയിരിക്കേ. ഇല്ല, ഞാൻ ഇറങ്ങാം. അമ്മേ, എന്താ മോനെ? ഞാൻ കാശ് വാങ്ങിയില്ല. അയ്യോ 300. എടി മോളെ, ആ കാശ് എടുത്ത് കൊടുത്തേ. ഞാനത് മറന്നു കേട്ടോ, സോറി. അമ്മേ, ഞങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇതൊന്നും പറയണ്ട. ഏത് കാര്യം? അവൾ കുറച്ച് ദുരൂഹതയാണ്. എന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അവൾ ഇങ്ങോട്ട് വരാറുള്ളതുകൊണ്ട് പറയാം. അവളെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല? ഇല്ല, ഒന്നും പറയാറില്ലല്ലോ മോനെ. ആ, ചെറുപ്പത്തിലുണ്ടായൊരു ഷോക്കാണ്. അവളെന്താ പറയുക ചെയ്യണമെന്നൊരു പിടുത്തം കിട്ടില്ല. ഗുളിക്കൊക്കെ ഉണ്ട് കഴിക്കാം, എന്നാലും കഴിക്കില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ വലിയ പ്രശ്നവും. ആ മെസ്സേജ് വന്നിട്ടുണ്ട്. മെൻ്റലൊന്നുമല്ല, എന്നാലും ഒന്ന് സൂക്ഷിച്ചു പോട്ടെ. സാറേ, നമ്മുടെ തെക്കേച്ചിറ സ്റ്റെപ്പ് കെട്ടിയതിൻ്റെ കണക്കാണ്. അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് എന്നാൽ ഞാനത് കൊടുത്തിട്ട് വരാം. എടാ വരുണേ, നീ ആ പുരുഷോത്തമൻ്റെ മോളെ ചാക്കിട്ട് പിടിച്ചില്ലേ? ഞാൻ കണ്ടിരുന്നു. അയാളോട് നിന്നെ നല്ലോണം സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ചിപ്പ് ഒരു ചിപ്പുണ്ട്. അത് ആരുടെയെങ്കിലും ദേഹത്തെ ഇറക്കിക്കഴിഞ്ഞാൽ അവരെവിടെ പോയാലും നമ്മൾ കണ്ടുപിടിക്കാന്നാണ് പറയണേ. ഈ കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോയാൽ പിടിക്കാനൊക്കെ പറ്റുന്നില്ലേ? പക്ഷെ നമുക്കത് വേണ്ട. ഇത് നമ്മുടെ എതിർ പാർട്ടികൾക്ക് ആർക്കെങ്കിലും ഇറക്കി വരിച്ചാൽ ഒരു ഹൈ ട്രാപ്പ് ഉണ്ടാക്കാൻ പറ്റും. നീ ഒന്ന് ശരിക്കും കേൾക്ക്. പറഞ്ഞു, ശരിക്കും പറഞ്ഞു. ശരി ശരി. നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. വടക്കേലെ മാധവേൻ്റെ വീട്ടിൽ വാടകയ്ക്ക് ഒന്ന് കൂട്ടിയല്ലേ? ഓ, നമ്മൾ നെയ്ബേഴ്സ് ആണ്, അങ്ങനെ പറ. ഓക്കെ സാർ.
ഇത് ഞങ്ങളുടെ ചൈനീസ് കമ്പനിയായ കുടുക്കു എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഓ ചൈന തിരിച്ചു വന്നോ? അതെ സാർ. കുടുക്കു KUDUKKU. ഇതാണ് ചിപ്പിൻ്റെ റിസീവർ. ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കെട്ടണം. കെട്ടാൻ കുറച്ച് പാടാണ്, പറ്റും. പതുക്കെ മതി. ഓ കണ്ടില്ലേ സാർ? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പ് ദേഹത്തുള്ള ആൾ എവിടെ പോയാലും സ്പോട്ട് മാറുന്നതനുസരിച്ച് ഇതിൽ മെസ്സേജ് വരും. ഓ ഈസി ആയി ട്രാക്ക് ചെയ്യാം. ആണോ? ഒരു മിനിറ്റ് സാർ. ഹലോ. ഇതെന്താ പൂച്ചയൊക്കെ? ഒരു മിനിറ്റ് സാർ. ഇതാണ് ചിപ്പ് സ്കാനർ. ഓ ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ് ചിപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓ കാൽ കൈമല്ലേ? ആ അതെ, കണ്ടോ? ഓക്കെ ഓക്കെ. ബ്ലിങ്ക് ചെയ്യുന്ന കണ്ടോ? ഏയ് പൂച്ച പോയല്ലോ. പോട്ടെ സാർ. ഇത് ചൈനീസ് ആയതുകൊണ്ട് ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നില്ലല്ലോ. അത് നോക്കണ്ട സാർ, നന്നായി വർക്ക് ചെയ്യും. സാറിനത് മനസ്സിലായിക്കോളൂ. കണ്ടോ, ഇത് റോഡ് കടന്ന് അവിടെ എത്തി. ലൊക്കേഷൻ കാണിക്കുന്നുണ്ടോ? ഇത് ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് എത്തുമ്പോഴേക്കും സ്പോട്ടിൽ മെസ്സേജ് വരും. അങ്ങനെ ഇത് ഘടിപ്പിച്ചിരിക്കുന്ന ആൾ എവിടെ പോയാലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ബോഡിയിൽ ഫിക്സ് ചെയ്യാം? അത് ഈ ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ സാറേ. ഓ ഇതാണ് ചിപ്പ് ഗൺ. ആ ആ ആ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. ഓ സാർ ഇത് കയറിപ്പോയല്ലോ. ബെസ്റ്റ്. എനിക്ക് വേദന എടുക്കണോ? ഏയ് അപ്പോൾ ഉറുമ്പ് പിടിക്കണ കാര്യം ഉണ്ടാവുള്ളൂ ഭാഗത്ത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ദേ മെസ്സേജ് അടിക്കുന്നു. ആ പൂച്ച വല്ല പൊട്ടക്കനിലും പോയി ഉണ്ടാവട്ടാ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഞാൻ എന്ത് ചെയ്യാനാ? മിണ്ടില്ലേ ഇതാ വരുന്നുണ്ട്. നേരത്തെ പോണോക്ക്. ഹായ്. മോളെ എന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ടമ്മ, മുളച്ചിട്ട് വെള്ളം എടുക്കും. വേണ്ട, ഇതായിരുന്നു ഡ്രസ്സ്. കഴിഞ്ഞോ? എൻ്റെ പരിപാടി എങ്ങനെയുണ്ട്? അടിപൊളി. എടോ അതെ അതെ, ഒരു മിനിറ്റ്. നീ എന്നാ ഒരു കാര്യം പറയണ്ട. എനിക്കറിയില്ല. എടി നിങ്ങൾക്ക് ചേട്ടനുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ചേട്ടനില്ല? എടി ഇല്ലടി. എന്തുപറ്റി? അപ്പം ആരെയാ ഇവാൻ? നിനക്ക് ആ പേരെങ്ങനെ അറിയാം? നിനക്ക് എങ്ങനെയാ പേരറിയുന്നതെന്ന്? മാധു, നിനക്ക് എങ്ങനെയാ പേരറിയണേ? എടി ഞാൻ നിന്റെ FB കമന്റ് ബോക്സിൽ കണ്ടതാ. അപ്പൊ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു ഇഷ്ടം തോന്നി, അതോട് ചോദിച്ചതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എടി ഞാൻ ഇപ്പൊ വരാം. എടാ, നീ നീ അവനെ നോക്കണ്ട. ആരെ? ഇവൻ. ആ ഓക്കെ. എടാ അതല്ല, അവൻ നിങ്ങളെ സംബന്ധിച്ചൊരു സ്ട്രേഞ്ചറാണ്. അത് വേണ്ട. ആണോ? ശരി എടി എപ്പോൾ വരാതെ. ഈ കോളേജിൽ രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടായിരുന്നല്ലേ? ആരൊക്കെ എന്തൊക്കെയാ കണ്ടുപിടിക്കണേ? ഏ ഇതിപ്പോൾ ആരാ പറഞ്ഞ? എന്നോട് അവള് പറഞ്ഞ. എടോ, താനിപ്പോൾ നല്ല മൂഡിലാണ്. എന്തേ? ഒന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞോ. അല്ല, നല്ല മൂഡിലാണെങ്കിൽ ഇത് പിന്നെ പറയാൻ ഓർത്തില്ല. എന്ത്? എടി നിനക്ക് വിളിച്ചെടുക്കട്ടെ? ആ, എടുത്തോ. സിംഗിളാണോ? വിൽസയുടെ കാര്യമാണെങ്കിൽ എന്തും പോവും. നിന്റെ കാര്യമാണെങ്കിൽ എൻ്റെ കാര്യമാണെങ്കിൽ അറിഞ്ഞിട്ടിപ്പം എന്താ?
വീട്ടിലിരിപ്പം ഞാനല്ലേ? ഏയ് ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡാണ്. ഐശ്വര്യ എക്സ്പ്രസ് എന്ന കമ്പനിയുടെ പേര്. ഐശ്വര്യ എക്സ്പ്രസ് ആ ചെയിൻ മാർക്കറ്റിംഗ് കമ്പനി. അതൊക്കെ അറിയൂ. അതുമാത്രമല്ല ഞാനൊരു ജിം ട്രെയിനറാണ്. ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ഇടി ബുൾസേ റെഡിയായി ബാപ്പാ. ചെന്നോ.